ആഴമോ എന്നെ നിൻ ദിവ്യ സ്നേഹത്തിൽ നിന്നും പിന്തിരിക്കില്ല യാതൊന്നും നിന്തിരു സ്നേഹത്തിൽ നിന്നും പിന്തിരിക്കില്ല യാതൊന്നും നിത്യതയിൽ നിൻ സന്നിധി എത്തി ഞാൻ വിശ്രമിക്കവേ നിത്യതയിൽ നിൻ സന്നിധി എത്തി ഞാൻ വിശ്രമിക്കവേ നിന്നുക കാന്തിയിൽ സദാ നിർവൃതി തേടും ഞാൻ പരാ നിൻമുഖ കാന്തിയിൽ സദാ നിർവൃതി തേടും ഞാൻ പരാ നിൻ മഹാസ്നേഹം യേശുവേ എൻ മനസ്സിൻ നഗാധമേ എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൻ അതീതമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഹല്ലേലൂയ വൈകിയ സമയം നിങ്ങളോടും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയമായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ വീഡിയോ ഓൺ ചെയ്യണോ അതോ വീഡിയോ ഓഫ് ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് ഹല്ലേലൂയ എന്നെ സന്തോഷിപ്പിച്ച ദൈവവചനത്തിന്റെ ഒരു ഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യവും ഹല്ലേലൂയ 38-ാം വാക്യവും 38 മുതലുള്ള ചില വാക്യങ്ങളും കൂടെ വായിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനഭാഗമൊക്കെ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ നമ്മളോട് ഇടപെട്ടിട്ടുള്ളതുമായ ദൈവവചന ഭാഗമാണ്. എന്നാൽ ഇതെന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഹല്ലേലൂയ ഭാഗം വായിക്കുവാനിടയായത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഇതൊന്നും ഹല്ലേലൂയ മരണത്തിനാകട്ടെ ജീവനാകട്ടെ ഹല്ലേലൂയ ഉയരത്തിനാകട്ടെ ഇപ്പോഴുള്ളതിന് വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല എന്ന് ഈ വചനഭാഗം നമ്മളെ ബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് പിറുപിറുക്കുന്നവരും ചോദ്യങ്ങൾ ചോദിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. ഹല്ലേലൂയ. അത് നമ്മൾ മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ പല ചോദ്യം. എന്നാൽ ഹല്ലേലൂയ ആത്മീയരായ നമുക്ക് ദൈവം ചില പ്രത്യാശകൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ അതാണ് ഇതിനകത്തിൽ പറയുന്നുണ്ട്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. 2 കൊരിന്ത്യർ 4:17 നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഹല്ലേലൂയ പ്രാപിപ്പാൻ ഹല്ലേലൂയ ഹേതുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് പ്രത്യാശ പകർന്നു തരുന്ന ഒരുപാട് വചന ഭാഗങ്ങൾ ഹല്ലേലൂയ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചില ഹല്ലേലൂയ പ്രയാസങ്ങളും ഹല്ലേലൂയ പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തോട് നമ്മൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരൊക്കെ. എന്നാൽ ഞങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ഇടയാക്കി. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പായി ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. 2018 ഹല്ലേലൂയ ഞങ്ങൾ കടന്നുപോയ പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ ഹല്ലേലൂയ അത് വിവരിക്കുവാൻ സാധിക്കാത്ത നിലയിലുള്ള ഹല്ലേലൂയ അനേക പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അതിനു മുമ്പായി കർത്താവിനോട് സംസാരിച്ചൊരു ദൈവവചനം നിങ്ങളുടെ
ഉറപ്പിനായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 2 കൊരിന്ത്യർ 12-9 എന്റെ കൃപ നിനക്കു മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറയുന്നത് ജീവനും ഹല്ലേലൂയ അത് ശക്തി നൽകുന്നതാ. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതാ. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവവചനമൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളതാ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ പ്രായോഗികമായി തീർന്നത് അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴാണ് അതിൻ്റെ ഹല്ലേലൂയ ആ വചനത്തിന്റെ ആഴം എന്താണെന്ന് എനിക്ക് ശരിക്കും ഗ്രഹിക്കുവാനിടയായത്. ഹല്ലേലൂയ. ഞാൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് സൗദി അറേബ്യയിൽ അൽക്കോബ, ദമാമിനടുത്ത് അൽക്കോബാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ കുടുംബമായിട്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു യാക്കോബായ കുടുംബത്തിലെ യാക്കോബായ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 9 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള മഹാഭാഗ്യം ദൈവം എനിക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞങ്ങളുടെ ദേശത്ത് ഹല്ലേലൂയ അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 75 കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്തൊരു വലിയ കൺവെൻഷൻ ഹല്ലേലൂയ ഈ ഏഴംകുളം ഗ്രൂപ്പ് വന്ന് നടത്തുവാനിടയായി. ആ കൺവെൻഷൻ നടത്തുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ സഹോദരി ആ കൺവെൻഷൻ കാണുവാൻ കടന്നു പോകുവാനിടയായി. എൻ്റെ ചേച്ചി തന്നെയല്ല, കൂട്ടത്തിൽ കുറെ ഞങ്ങളുടെ നാട്ടിലുള്ള കുറെ ചെറുപ്പക്കാരൊക്കെ അവിടെ കടന്നുപോയി കൺവെൻഷൻ കാണുവാൻ. എന്നാൽ കൺവെൻഷൻ കാണുവാൻ പോയവരെ മുമ്പോട്ട് വിളിച്ചിരുത്തി അവിടെ അവർ കയറിയിരുന്നു, പാട്ട് കേട്ടു. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ആത്മാവിന്റെ ഹല്ലേലൂയ അഭിഷേകം നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷകളിൽ അവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ സഹോദരിയുടെ മേലും ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുവാൻ തൊക്കണമിടയായി. ഇതെന്താണെന്ന് പോലും അറിയാതിരുന്ന ഒരു സമയത്ത് ഹല്ലേലൂയ മുന്നമേ കർത്താവ് കണ്ടിരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ആ സഹോദരി ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്കും ഈ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. ഓരോ മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കുന്ന ഓർത്ത് സ്തോത്രം. അന്ന് എൻ്റെ പിതാവ് വലിയൊരു മദ്യപാനിയാണ്, ദേശത്ത് അറിയപ്പെടുന്ന ഒരു മദ്യപാനിയാണ്. എല്ലാവർക്കും ഭയമായിരുന്നു എൻ്റെ പിതാവിന്റെ അന്നത്തെ സ്വഭാവം. എന്നാൽ ഹല്ലേലൂയ പിൽക്കാലത്ത് ഈ കർത്താവിനെ അറിയുവാൻ ഹല്ലേലൂയ മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാൻ ഒക്കെ ഇടയായി തീർന്നു. ആ ഹല്ലേലൂയ മദ്യപാനിയായി ഇരുന്നപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾക്കുണ്ടായതിനേക്കാൾ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഞങ്ങളുടെ ദേശം മൊത്തം ഹല്ലേലൂയ ഇളകി മറിഞ്ഞു. ഞങ്ങൾ കൂടി വരുന്ന ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ അച്ഛന്മാര്, പട്ടക്കാർ, കംപ്ലീറ്റ് ആൾക്കാർ ഞങ്ങൾക്കെതിരായി നിന്നു. ഞങ്ങളുടെ കുടുംബക്കാര് ഹല്ലേലൂയ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങളുടെ മേലാഞ്ഞടിച്ചു. എന്നാൽ ഹല്ലേലൂയ അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ ഇടയാക്കാതെ ശക്തരായി നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആരെയും കണ്ടല്ല, കർത്താവിനെ നോക്കി ഇറങ്ങി തിരിച്ചതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർത്തു കളയുവാൻ ഇടയാക്കിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നും ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തൊക്കണം ദൈവം സഹായിക്കുന്നു. ഞങ്ങൾ ആ ദേശത്ത് നിന്ന് ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിന് വേണ്ടി കടന്നു വന്ന പ്രതികൂലങ്ങളും ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് നിന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ദേശത്ത് വലിയൊരു കൂട്ടം ഈ കർത്താവിനെ അറിയുവാൻ തൊക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും, ഞങ്ങളുടെ എൻ്റെ അപ്പൻ്റെ ഫാമിലിയിൽ നിന്നും, എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ നിന്നും ഒരുപാട് പേര് ഈ വിശ്വാസത്തിലേക്ക് ഞങ്ങളുടെ വിശ്വാസം കണ്ടിട്ട്, ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഹല്ലേലൂയ അവരും ഈ കർത്താവിനെ ഹല്ലേലൂയ അറിയുവാൻ തൊക്കണം, ഈ സത്യം മനസ്സിലാക്കുവാൻ തൊക്കണം ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അങ്ങനെ വളരെ സന്തോഷമായി ഞങ്ങളുടെ ഹല്ലേലൂയ ജീവിതം മുമ്പോട്ട് പോയി. ഞങ്ങൾ 4 പെൺമക്കളും 2 ഹല്ലേലൂയ ആൺമക്കളും. എൻ്റെ ഇളയതാണ് 2 ആൺമക്കൾ, ഞാൻ 4ാമത്തെ പെണ്ണാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മൂത്ത ഒരു സഹോദരി UK-ലാണ്. അന്ന് തൊട്ടവർ 50 വർഷത്തിക്കുള്ള ഒരു UK-ലാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിക്ക് മാത്രം ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധിച്ചില്ല. എൻ്റെ സഹോദരി വിവാഹം കഴിച്ചത് ഒരു റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് ഇന്നും അവർ ആ ഒരു വിശ്വാസത്തിന്റെ ഇതിൽ നിൽക്കുന്ന എൻ്റെ സഹോദരിക്ക് ഇപ്പം അല്പം വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരുവാൻ സാധിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ദൈവം തക്ക സമയത്ത് അവരെയും ഹല്ലേലൂയ ഈ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുന്നു പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ബാക്കി 5 പേരും കൃപയാൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ, ഹല്ലേലൂയ ആ ദേശത്തൊരു വലിയ സാക്ഷ്യമായി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്തു സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ വളരെ സന്തോഷകരമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ ജോലിയൊക്കെ ചെയ്യുവാനിടയായി. പല നിലവാരത്തിൽ എനിക്ക് ജോലി ചെയ്യുവാൻ ദൈവം സാവകാശങ്ങളെ ഒരുക്കി. ഹല്ലേലൂയ. അതിനുശേഷം തക്ക സമയമായപ്പോൾ ഹല്ലേലൂയ എനിക്ക് വിവാഹം നടക്കുവാനിടയായി. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക്
കടന്നു വന്നപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് പല ചോദ്യങ്ങളായി. കാരണം ഞങ്ങൾ 4 പെൺകുട്ടികളാ. ഹല്ലേലൂയ. 3 പേരും ഹല്ലേലൂയ ഞങ്ങൾ 3 പേരും ആയിരിക്കുന്നു. 3 പേരും ഹല്ലേലൂയ വളർന്നു വരുമ്പോൾ ഹല്ലേലൂയ കൊച്ചമ്മയുടെ വിശ്വാസം എങ്ങോട്ട് പോകുമെന്ന് കാണാം എന്നുള്ളത് ഹല്ലേലൂയ ഒരു ചോദ്യചിഹ്നമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരും എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ മക്കളെ തന്നത് ദൈവമാണെങ്കിൽ ദൈവം അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളൂ എന്ന് പറയുവാൻ തൊക്കണം. വിശ്വാസത്താൽ അങ്ങനെ പ്രഖ്യാപിക്കുവാൻ തൊക്കണം. ഹല്ലേലൂയ ഉള്ളിലെ കർത്താവ് വിശ്വാസം കൊണ്ട് നിറച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പിൽക്കാലത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ ഒക്കെ വിവാഹം അതാത് സമയങ്ങളിൽ കൃത്യമായി നടക്കുവാൻ ഹല്ലേലൂയ ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ കർത്താവിന്റെ സാക്ഷികളായി നമുക്ക് നിൽക്കുവാൻ ഇടയാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഹല്ലേലൂയ നമ്മളെ കാണുന്ന ഒരു ക്രിസ്തുവിനെ കാണുവാൻ ക്രിസ്തുവിന്റെ അതേ മനോഭാവം നമ്മൾ ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ഞാനൊരു പെന്തക്കോസ്തുകാരി എന്ന് ഹല്ലേലൂയ അഭിമാനിക്കുന്നതിന്റെ അതിനേക്കാൾ ഉപരിയായി ഞാൻ കർത്താവിന്റെ പൈതലാണെന്ന് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു പെന്തക്കോസ്ത് അനുഭവം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു ഒക്കെ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ അതിനായി കർത്താവ് ഞങ്ങളെ ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അവന്റെ മുൻ നിർണയത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അങ്ങനെ ഞങ്ങളുടെ ഹല്ലേലൂയ കുടുംബം ഹല്ലേലൂയ സന്തോഷമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ വിവാഹം 1992 എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയായ എൻ്റെ മറ്റ് 2 സഹോദരിമാരെ വിവാഹം കഴിച്ചയച്ചത് 2 ഹല്ലേലൂയ ദേവദാസന്മാരാണ് അവർ വിവാഹം കഴിച്ചത്. ഹല്ലേലൂയ അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും വിവാഹം അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ 1992 എൻ്റെ വിവാഹം നടക്കുന്നത്. ഞങ്ങൾ പുത്തങ്കാവ് ഹല്ലേലൂയ ഞങ്ങളുടെ വീട് ചെങ്ങന്ന എന്നുള്ള പുത്തങ്കാവിലാണ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്. അവിടെയും അവർ 6 മക്കളാണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഹല്ലേലൂയ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ 93 കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ നൽകുവാൻ ഇടയായി. ഹല്ലേലൂയ അവന്റെ പേര് ജിഫിൻ മാത്യു ജോർജ് എന്നാണ്. ഹല്ലേലൂയ രണ്ടാമത്തെ മകൾ എനിക്ക് 94 കർത്താവ് എനിക്ക് ഹല്ലുദാനമായി തന്നു. അങ്ങനെ ഒരു മകനെയും ഒരു മകളെയും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം നൽകുവാൻ തക്കണം ഇടയായി. അവരുമായി സന്തോഷമായി ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ പലയിടങ്ങളിൽ കടന്നുപോയി ഞങ്ങളുടെ ജോലിയുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലും ഭോപ്പാലും ഒക്കെ ആയിട്ട് ഹല്ലേലൂയ ജോലിയുള്ള ബന്ധത്തിലായിരിക്കാൻ തക്കണം ദൈവം സഹായിച്ചു. എന്നാൽ അതിനുശേഷം ഹല്ലേലൂയ ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു. 2003 സൗദി അറേബ്യയിലേക്ക് ഹല്ലേലൂയ കടന്നു വരുവാൻ ദൈവം എനിക്കൊരു സാവകാശം ഒരുക്കി. ഹല്ലേലൂയ അന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് സൗദി അറേബ്യയിലേക്ക് വരുവാൻ ഞാൻ ഒരുങ്ങിയത്. എന്നാൽ ഹല്ലേലൂയ അന്ന് ഞാൻ ഈ സൗദി അറേബ്യയിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഈ സൗദി അറേബ്യയിലെ ആരാധനയ്ക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സമയം. ഹല്ലേലൂയ വളരെ സ്ട്രിക്റ്റ് ആണ് ഇവിടെ. ഹല്ലേലൂയ ബൈബിൾ പിടിച്ച് പുറത്തു ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു രാജ്യമായിരുന്നു സൗദി അറേബ്യ. എന്നാൽ ഹല്ലേലൂയ ഞാൻ ഇഷ്ടപ്പെടാത്ത രാജ്യത്തേക്ക് ദൈവം എന്നെ അയച്ചു. ഞാൻ അപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഈ സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ എനിക്ക് അവിടെ ചെന്നാൽ നല്ലൊരു കൂട്ടായ്മ ലഭിക്കണം. ഞാൻ എന്താഗ്രഹിച്ചോ അത് കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങൾ പോലും അറിയുന്ന ദൈവം. ഞാൻ ഈ സൗദി അറേബ്യയിൽ വന്നപ്പം ആദ്യം ഞാൻ അന്വേഷിച്ചത് ആ കൂട്ടായ്മ ആയിരുന്നതുകൊണ്ട് എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഒരു കൂട്ടായ്മകളും മുടങ്ങുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ എത്ര എതിർപ്പുള്ള രാജ്യമായാലും ഏത് പ്രതിസന്ധികളുള്ളടമായിരുന്നാലും എത്ര പ്രതികൂലങ്ങളുള്ളടമായിരുന്നാലും ഹല്ലേലൂയ നമ്മളൊരു യഥാർത്ഥ ദൈവ പൈതലാണോ ഹല്ലേലൂയ മുന്നമേവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നൽകാവുന്ന വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ അതുകൊണ്ട് ഞാൻ ഈ ദേശത്ത് കടന്നു വന്ന മുതൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവം തന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട കുറെ സഹോദരങ്ങളെ ദൈവം തന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കണം ഇടയായി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ 2015 ഇടയ്ക്ക് എൻ്റെ മക്കളുടെ കാര്യം പറയട്ടെ, അവരിവിടെയാണ്. ഹല്ലേലൂയ സൺഡേ സ്കൂൾ പഠിച്ചു, ഒരു സ്നാനപ്പെട്ടു. ഹല്ലേലൂയ അവരുടെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ചെയ്യുവാൻ സാധിച്ചു. അതിനുശേഷം പ്രൊഫഷണൽ ആയിട്ടുള്ള ഹല്ലേലൂയ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും ഇവിടെ ജോലിയിൽ പ്രവേശിക്കുവാനിടയായി. ഇതിനിടയ്ക്ക് അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കുവാനിടയായി. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഹല്ലേലൂയ എന്തെല്ലാം നന്മകൾ ദൈവം കൊടുക്കണോ അതൊക്കെ അവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകി കൊടുത്തു. ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട മക്കളായിരുന്നു അവര്. ഹല്ലേലൂയ അവരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഹല്ലേലൂയ മുമ്പോട്ട് പോയിക്കൊണ്ട് മകൾക്ക് ഹല്ലേലൂയ ഒരു പൈതലിനെയും ഒരു പെൺ പൈതലിനെയും ദൈവം ദാനമായി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ 2018 ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലൂടെ ചില പ്രതിസന്ധികളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഹല്ലേലൂയ പ്രതിസന്ധികളിൽ
കൈവിടാത്ത ദൈവം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ കൈവിടാത്ത ദൈവം. ഹല്ലേലൂയ. തീച്ചുളയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ചന്ദ്രക്കും മേശക്കും അഭേദനഹോമം ഹല്ലേലൂയ തീച്ചുളയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവർ ചെന്ന് വീണത് ദൈവത്തിന്റെ കരങ്ങളില. അതുകൊണ്ട് അവര് ഹല്ലേലൂയ ക്ഷേമമായിരുന്നു, അവർ ഭദ്രമായിരുന്നു ആ കരങ്ങളിൽ. ഹല്ലേലൂയ. അതുപോലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തീച്ചുളയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കുന്നുവോ ഹല്ലേലൂയ ആ ആശ്രയം ഒരിക്കലും നമ്മൾ വീട് വിട്ടുകളയാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചാൽ ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ 2018 നവംബർ മാസം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെയുള്ള പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു. 2018 മെയ് മാസം 10-ാം തീയതി ആയിരുന്നു എൻ്റെ മകന്റെ വിവാഹം നടന്നത്. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങൾ ഈ സൗദി അറേബ്യയിലേക്ക് വന്ന് വളരെ സന്തോഷമായിരിക്കുമ്പോൾ ഹല്ലേലൂയ നവംബർ മാസം ഹല്ലേലൂയ 9-ാം തീയതി നാട്ടിൽ നിന്നൊരു കോള് വരുവാനിടയായി. ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിന്റെ നേരെ ഇളയ ബ്രദർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്ത ഞങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരു 6 പേരാണ്. അവിടെ 4 ആണും അവിടെ 2 പെണ്ണുമാണുള്ളത്. ഹല്ലേലൂയ. അതിൽ എൻ്റെ ഹസ്ബൻഡിന്റെ നേരെ ഇളയ ബ്രദർ ഹല്ലേലൂയ ഈ ലോകത്തു നിന്ന് പെട്ടെന്ന് മാറ്റപ്പെടും. അവർ ഡൽഹിയിലായിരുന്നു കുടുംബമായിട്ട്. അവിടെ വെച്ചാണ് അവൻ ആ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ആ വിഷയങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകാൻ തക്കണം ഇടയായി. എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദർ, മൂത്ത ബ്രദർ, ഇളയ സഹോദരി ഒക്കെ ഈ സൗദി അറേബ്യയിലെ ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. എൻ്റെ ഇളയ ബ്രദറും ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങള് ഹല്ലേലൂയ ഈ വിഷയം അറിഞ്ഞ് കുഞ്ഞുങ്ങളും ഞങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, കടന്നുപോയി. അങ്ങനെ ആ ഫ്യൂണറലൊക്കെ ഹല്ലേലൂയ അനുഗ്രഹമായിട്ടെല്ലാം നടന്നു. നവംബർ മാസം 14-ാം തീയതി അനുജന്റെ അനുജന്റെ ഹല്ലേലൂയ ഫ്യൂണറൽ ഹല്ലേലൂയ എല്ലാം കഴിഞ്ഞ് മകനും പപ്പയുമായിട്ട് തിരിച്ച് സൗദി അറേബ്യയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഞാനും എൻ്റെ മകളും നാട്ടിൽ തന്നെ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ എൻ്റെ ചില ബിസിനസ് കാര്യങ്ങൾ ഫോർട്ട് കൊച്ചിയിലും ഇടപ്പള്ളിയുമായിട്ട് ഞങ്ങൾ ചില ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് പോയും വന്നു നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ ഞാനും മകളും കൊച്ചുമകളുമായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി നാട്ടിൽ തന്നെ തങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഹല്ലേലൂയ പപ്പയും മോനുമായിട്ട് 17-ാം തീയതി സൗദി അറേബ്യയിലേക്ക് വന്നു. നവംബർ മാസം 2018 നവംബർ മാസം 17-ാം തീയതി ഹല്ലേലൂയ സൗദി അറേബ്യയിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. ഹല്ലേലൂയ 22-ാം തീയതി വ്യാഴാഴ്ച ഹല്ലേലൂയ ഞാൻ എൻ്റെ മകനെ വിളിച്ച് ഹല്ലേലൂയ വീഡിയോ കോളില് ഒരുപാട് സമയം ഞങ്ങൾക്ക് സംസാരിപ്പാൻ പല കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം അവനെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു. പപ്പയും മോനുമായി കണ്ടു. ഹല്ലേലൂയ. അപ്പം പപ്പയോട് പറഞ്ഞു, പപ്പ കിടന്നു, ഞാൻ പുറത്തോട്ടൊന്ന് പോകും. അവനെ സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് കൂട്ടുകാരുടെ പുറത്തൊന്ന് പോകാറുള്ളത്. പോയിട്ട് അങ്ങനെ അധികം സമയമൊന്നും ചെലവഴിക്കത്തില്ല, പെട്ടെന്ന് അവൻ തിരിച്ചു വരും. പപ്പ കിടന്നു. രാവിലെ നമുക്ക് ആരാധനയ്ക്ക് പോകണം. ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആരാധന നടക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ രാവിലെ ഹല്ലേലൂയ പപ്പ എന്നെ വിളിക്കണം, ആരാധനയ്ക്ക് പോകാൻ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ കണ്ടുപിരിഞ്ഞു. അങ്ങനെ പപ്പയും മോനും ഹല്ലേലൂയ രാത്രിയിൽ അവര് വിശ്രമിക്കുമ്പോൾ രാത്രി ഹല്ലേലൂയ വെളുപ്പിനെ എൻ്റെ ഹസ്ബൻഡ് സാധാരണ ഉണരുന്നതാ. അന്ന് ഉണർന്ന് എഴുന്നേക്കാൻ അല്പം താമസിച്ചു. ഹല്ലേലൂയ എഴുന്നേറ്റ് വന്നപ്പോൾ അയ്യോ മോനെ വിളിക്കണമല്ലോ എന്ന് വിചാരിച്ച് പപ്പ പെട്ടെന്ന് എഴുന്നേറ്റു. മോന്റെ ബെഡ്റൂമിൽ പോയി നോക്കി. ആദ്യം റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് ഫോൺ വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല. മോന്റെ റൂമിൽ പോയി നോക്കിയപ്പോൾ മോനെ അവിടെ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ മകളുടെ റൂം ഞങ്ങളുടെ തൊട്ട് അടുത്ത റൂമാണ്. ഞങ്ങളുടെ ബെഡ്റൂമും അവളുടെ റൂമും തൊട്ടടുത്ത. അവിടെ വന്ന് നോക്കുമ്പോൾ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നതാ കാണുന്നത്. അവിടുന്ന് വാതുക്കൽ നിന്ന് വിളിച്ചു. സാധാരണഗതിയിൽ ഇവനെ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ ചാടി എഴുന്നേൽക്കുന്ന കുഞ്ഞാ, എഴുന്നേൽക്കുന്നില്ല. അടുത്ത് ചെന്ന് അവന് കൊട്ടി വിളിക്കുമ്പോൾ അവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഒരു സൈലന്റ് അറ്റാക്കിൽ 25 വയസ്സ് പ്രായമുള്ള ഞങ്ങളുടെ മകൻ ഹല്ലേലൂയ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. പെട്ടെന്ന് എല്ലാവരും, കാരണം വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് ആരാധനയ്ക്ക് പോകേണ്ടതുകൊണ്ട് ഹല്ലേലൂയ എല്ലാവരെയും വിളിച്ചു. എൻ്റെ സഹോദരനെ വിളിച്ചു, എൻ്റെ സഹോദരനെ വിളിച്ചു, സഹോദരിയെ വിളിച്ചു, സഭയിലുള്ളവരെ എല്ലാം വിളിച്ചു. ഈ സൗദി അറേബ്യയിൽ ഹല്ലേലൂയ ഞങ്ങളെ അറിയുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നുകൂടി. ഈ സമയം ഞാനും എൻ്റെ മകളുമായിട്ട്, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. 23-ാം തീയതി ഞങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ ചെങ്ങന്നൂരിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഹല്ലേലൂയ ദുബായിൽ നിന്ന് വന്ന എൻ്റെ ഒരു കസിൻ ബ്രദറിന്റെ മോന് ഞങ്ങളെ വിളിച്ച ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, 22-ാം തീയതി രാത്രി ഞാൻ പറഞ്ഞു, മോനെ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങണം, നമുക്ക് നാട്ടിൽ പോകണം. ഹല്ലേലൂയ എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. വെളുപ്പിനെ ഞങ്ങൾ എഴുന്നേറ്റു. ഞങ്ങളെല്ലാം റെഡിയായി. ഞങ്ങൾ ചെങ്ങന്നൂരിലേക്കുള്ള യാത്രയിലാണ്. ആ സമയത്താണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഞങ്ങൾ ചെങ്ങന്നൂരിൽ വീട്ടിൽ ചെന്നെത്തുന്നിടം വരെ ഈ വിവരങ്ങളൊന്നും ഞങ്ങളെ അറിയിക്കാതെ ദൈവം ക്ഷേമ
ക്ഷേമത്തോടെ ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിലെത്തിച്ചു. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ പ്രതീക്ഷിച്ച് ഒത്തിരി ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ എൻ്റെ സഹോദരിയുടെ മരുമകൻ ഓടി വന്നിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു, ആൻറ്റി പ്രത്യാശ പ്രത്യാശ പ്രത്യാശ. വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ ഓർത്ത് എന്താണ് ഇവനി പറയുന്ന പ്രത്യാശ. ഹല്ലേലൂയ. അകത്തേക്ക് കടന്ന് എന്ന് ഹല്ലേലൂയ വീടിനകത്ത് കയറി ചെല്ലുമ്പോഴാണ് ഹല്ലേലൂയ എൻ്റെ ചേച്ചിയുടെ മകളാണ് ഹല്ലേലൂയ കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവള് എൻ്റെ മകളോട് വിവരം പറയുന്നു. മകൾ ഓടി വന്ന് എന്നോട് പറയുന്നു, ഹല്ലേലൂയ ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഹല്ലേലൂയ ഒരു വേദന ഹല്ലേലൂയ ആ സമയത്തുണ്ടായെങ്കിലും കർത്താവിനെ അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവവചനമായിരുന്നു പ്രിയപ്പെട്ടവരെ. 2 കൊരിന്ത്യർ 12-9 വാക്യം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഈ ഒരു ദൈവവചനം എന്നോട് വളരെ ശക്തമായി ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തു പറ്റി എനിക്ക് ഈ വാക്യം തന്നെ, ഞാൻ ചെറിയ പ്രായത്തിൽ തൊട്ട് പഠിച്ച വാക്യമാണ്. പക്ഷെ ഈ സമയത്ത് ഹല്ലേലൂയ എന്നോട് ഈ വചനം സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഈ വചനം കേൾക്കും തോറും ഹല്ലേലൂയ എൻ്റെ ഉള്ളില് ഹല്ലേലൂയ എന്തോ ഒരു ഭയങ്കര ഒരു ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ, ഒരു ബലം, ഒരു ധൈര്യം ഹല്ലേലൂയ ദൈവം തന്നുകൊണ്ടിരുന്നു. ഒത്തിരി ആൾക്കാർ വന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മാനുഷിക ശബ്ദം കേട്ടാൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകും. ഹല്ലേലൂയ നമുക്കൊരിക്കലും ഹല്ലേലൂയ ധൈര്യപ്പെടാൻ പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവിക ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും എത്ര വേദനയുടെ അനുഭവത്തിലും ഹല്ലേലൂയ ധൈര്യപ്പെടാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. കർത്താവിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആ വചനത്തിന്റെ ശബ്ദം എന്റെ ചെവിയിൽ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടേയിരുന്നു. ഒത്തിരി പേര് വന്ന് ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്, ആശ്വാസ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ വാക്കുകളൊന്നുമല്ല എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയത്, ഈ ദൈവത്തിന്റെ വചനമാണ് എൻ്റെ ഉള്ളിൽ കയറിയത്. അതുകൊണ്ട് കർത്താവിനെ ആശ്വസിപ്പിച്ച്, ഈ വചനം കൊണ്ട് എന്നെ ആശ്വസിപ്പിച്ച് നിർത്തി. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി. അങ്ങനെ മകന്റെ മകന്റെ ഹല്ലേലൂയ ഈ ഡെഡ് ബോഡി ഒരു ആഴ്ചക്കുള്ളിൽ നാട്ടിലേക്ക് കൊണ്ടുവരിക. ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, എൻ്റെ മകള് ഹല്ലേലൂയ ടൗണിൽ പോയിട്ട് അവൾ എനിക്കൊരു വാക്യത്തിന്റെ ബോർഡ് വാങ്ങിച്ചിട്ട് വന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവൾ എന്നോട് പറഞ്ഞു, അമ്മ എവിടെ ഇരുന്നാലും ഈ വാക്യം അമ്മ വായിക്കണം, ഇത് അമ്മ ധൈര്യപ്പെടുത്തും, ബലപ്പെടുത്തും. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ വേദനപ്പെടുമ്പോൾ, നമ്മൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ വിഷയത്തിന് ഹല്ലേലൂയ കർത്താവിന്റെ ശബ്ദം ഹല്ലേലൂയ ഒരു വിടുതല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാ. ഇന്നും എന്നെ നിർത്തുന്നത് ഈ ദൈവവചനത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ഈ ദൈവവചനം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും ധൈര്യമായി നിൽക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ കർത്താവ് തന്ന ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ആ ബലമോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ മകന്റെ ബോഡി നാട്ടിൽ കൊണ്ടുവന്നു. അവന്റെ ഫ്യൂണറൽ നടക്കുമ്പോഴാണ് എൻ്റെ മകള് ഹല്ലേലൂയ മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ എന്നുള്ള പാട്ട് പാടി അവളുടെ സഹോദരനെ യാത്ര അയക്കുന്നത്. ഇതിനിടയ്ക്ക് അവളൊരു പാട്ടും കൂടെ പാടി, കോടി തൻ ദൂത സൈന്യവുമായി മേഘരൂഢനായി വരുന്നതാ വിരവിൽ. ഹല്ലേലൂയ. ആ പാട്ടും അവൾ പാടി. ഹല്ലേലൂയ. കാരണം ആ പാട്ട് ഇവരെപ്പോഴും ഒരുമിച്ചിരുന്ന് പാടുന്ന ഒരു പാട്ടാ. ഹല്ലേലൂയ. അവരെപ്പോഴും ആ പാട്ട് പാടിയാലും വളരെ ആസ്വദിച്ച് പാടുന്ന കുഞ്ഞുങ്ങളാ. ഹല്ലേലൂയ. ദൈവത്തെ ഹല്ലേലൂയ ആത്മാവിൽ മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ടാത്. ഒത്തിരി സന്തോഷത്തോടെ അവർ പാടുന്ന ഒരു പാട്ടായിരുന്നു. അങ്ങനെ ആ പാട്ടും അവൾ പാടി. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങളുടെ മകന്റെ ഫ്യൂണറലൊക്കെ വളരെ ഭംഗിയായി നടന്നു. അത് കഴിഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, മോനെ എങ്ങനെയാണ് അവിടെ ഇരുന്നിട്ട് ആ പാട്ട് പാടാൻ സാധിച്ചു? എന്നോട് പറഞ്ഞ, അമ്മ ഞാൻ അവനെ ഹല്ലേലൂയ എൻ്റെ കൂടെ ഞാനും അവനും ഒരുമിച്ചിരുന്ന് പാടുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. ഹല്ലേലൂയ. അല്ലാതെ അവൻ പോയെന്നോ അവൻ ഇനി ഇവിടെ ഇല്ലെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെയുള്ളൊരു അനുഭവത്തിലാണ് ഞാൻ ആ പാട്ട് പാടിയെന്ന് പറഞ്ഞു. ആ ലോക രാജ്യങ്ങൾ മുഴുവൻ അവൾ പാടിയ പാട്ട് കേട്ടു. ഒരുപാട് പേരിനെ വിളിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ജെവി പീറ്റർ തന്റെ അമ്മയുടെ വേർപാടിന്റെ സമയത്ത് എഴുതിയൊരു പാട്ടത്. പക്ഷെ എൻ്റെ മകൾ പാടി ലോകരാജ്യം മുഴുവൻ അത് കേൾക്കുവാൻ തൊക്കണം ഇടയായി. ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ അത് തട്ടി. ഹല്ലേലൂയ. അങ്ങനെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവനും ഹല്ലേലൂയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മടങ്ങി സൗദി അറേബ്യയിലും പല രാജ്യങ്ങളിലും പോകേണ്ടവരൊക്കെ പോയി. അതിനുശേഷം ഞാനും എൻ്റെ മകളുമായി കുറച്ചു നാളും കൂടെ നാട്ടിൽ തന്നെ നിൽക്കേണ്ട അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും മകളും കുഞ്ഞുമായിട്ട് നാട്ടിൽ തന്നെ. അവൾ എന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് കുറച്ച് ദിവസങ്ങൾ അമ്മയും ഞാനും മാത്രമായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ, അതുകൊണ്ട് നമുക്ക് ഫോർട്ട് കൊച്ചി തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോയി. അവിടെ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ ഏകദേശം 1 മാസത്തോടടുത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ ആയിരിക്കാൻ തൊക്കണം ദൈവം സഹായിച്ചു.
അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. കാരണം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ, സംസാരിക്കുവാനും, അങ്ങനെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും, പരസ്പരം ധൈര്യപ്പെടുത്താനും. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞവള് കാര്യം. കാരണം അവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ആരുടെയും കുട്ടികളുടെ ഒരു ബർത്ത്ഡേക്ക് ഒരു മുട്ടായി കിട്ടിയാൽ പോലും ഷെയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അങ്ങനെ വീട്ടിൽ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്ന സമയങ്ങളൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനും ഹല്ലേലൂയ കൂട്ടായ്മകൾക്കൊക്കെ കടന്നു പോകാനും ഒക്കെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി അവസരങ്ങളും ഒത്തിരി ഒത്തിരി ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ ഓർക്കുവാൻ ദൈവം തന്നു. ഹല്ലേലൂയ. അങ്ങനെ അതിനുശേഷം അവൾ എന്നോട് ജനുവരി മാസം എന്നോട് പറഞ്ഞു, അമ്മ നമുക്കിനി ഇവിടെ നിൽക്കണ്ട, അമ്മ ഇനിയും തിരിച്ച് സൗദിക്ക് പോവാ, നമുക്ക് ഒരുമിച്ച് സൗദിക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഞങ്ങള് എന്നോട് പറഞ്ഞു, അമ്മ ഇനി വീട് നമ്മുടെ സാധനങ്ങളെല്ലാം ചെങ്ങന്നൂരിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് മടങ്ങി സൗദിക്ക് പോകാം, അമ്മയുടെ കൂടെ ഞാൻ നിന്നോളാം. അങ്ങനെ ഞങ്ങൾ മടങ്ങി സൗദി അറേബ്യയിലേക്ക്. ഹല്ലേലൂയ. ജനുവരി മാസം 2019 ജനുവരി മാസം ഹല്ലേലൂയ 7-ാം തീയതി സൗദി അറേബ്യയിലേക്ക്, 6-ാം തീയതി ഞങ്ങൾ ചെങ്ങന്നൂർ ഏജിയിൽ ആരാധനയ്ക്ക് പോയി ഒരുമിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ 7-ാം തീയതി മടങ്ങി സൗദി അറേബ്യയിലേക്ക് ഹല്ലേലൂയ കടന്നു വന്നു. 7-ാം തീയതി സൗദി അറേബ്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ മകനെയും കൊണ്ട് താമസിച്ച വീട്ടില് താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഹോട്ടലിൽ ഒരു റൂം എടുത്തിട്ട് മറ്റൊരു ഫ്ലാറ്റ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ 11-ാം തീയതി ജനുവരി മാസം 2019 ജനുവരി മാസം 11-ാം തീയതി വെള്ളിയാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോയി. അതിനു മുമ്പ് പല ദിവസങ്ങളിലും പല പ്രിയപ്പെട്ടവരും അവിടെ കടന്നു വരികയും പലരും ഹല്ലേലൂയ ആശ്വസിപ്പിക്കുകയും ദൈവജനം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടെ, ഞാൻ സന്തോഷം എന്ന് പറയാൻ പറ്റത്തില്ല, മകൻ നഷ്ടപ്പെട്ട വേദനയാണ് ഉള്ളിലുണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവത്തിലും ആശ്രയിച്ചതുകൊണ്ട് ഹല്ലേലൂയ ആ ദിവസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി. 11-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയി. ആരാധനയ്ക്ക് ഞങ്ങളുടെ കടന്നു ചെല്ലുമ്പോൾ ദേവദാസൻ എന്നോട് പറഞ്ഞു, സോഫി സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുമ്പോട്ട് കടന്നു നിന്ന് സാക്ഷ്യം പറഞ്ഞു. സാക്ഷിയൊക്കെ കാരണം ഞങ്ങളുടെ മകന്റെ വേർപാടിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ ചർച്ചിൽ ചെല്ലുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ സാക്ഷ്യം പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു, മോൻ സാക്ഷ്യം പറയുന്നു? എന്നോട് ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു. പറഞ്ഞ സമയത്ത് തന്നെ അവൾ ചാടി എഴുന്നേറ്റിട്ട് ഉമ്മനകാർന്ന കൺകൾ എന്നെ കണ്ടതാലേ എന്നുള്ള തമിഴ് ഗാനം ഹല്ലേലൂയ ഫുൾ വേർഷൻ അവൾ പാടിയതിനു ശേഷം ഹല്ലേലൂയ അവളൊരു സാക്ഷ്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നും എൻ്റെ ഹല്ലേലൂയ എൻ്റെ കാതിൽ മുഴങ്ങുന്ന, എന്നെ ശക്തീകരിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. അവളുടെ സഹോദരനെ കുറിച്ച് ഒത്തിരി ഹല്ലേലൂയ അവൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഹല്ലേലൂയ എനിക്ക് നിത്യതയിൽ എത്തണം, നിത്യതയിൽ ചെന്ന് എൻ്റെ സഹോദരനെ കാണണം, എൻ്റെ നിത്യത എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. അവളുടെ വിശ്വാസത്തിന്റെ വാക്കുകളായിരുന്നു ഞങ്ങളെ ധൈര്യപ്പെടുത്തി നിർത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവളുടെ സാക്ഷ്യം ഹല്ലേലൂയ അവള് വളരെ ശക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞു. സഭ മുഴുവൻ ആ സാക്ഷ്യം കേട്ട് കരഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഞങ്ങളുടെ ഹാലിൽ താമസിക്കുന്ന റൂമിലേക്ക് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒത്തിരി പേര്, ഞങ്ങളുടെ പല കുടുംബങ്ങളും ഞങ്ങളെ കാണാൻ വന്നു. അവളെ ചേർത്ത് പിടിച്ചു, പ്രാർത്ഥിച്ചു, അവളോട് ഒത്തിരി ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അവിടെ ഞങ്ങള് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്, അവിടെ ഇൻലോസ് ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുവരികയും ഞങ്ങൾ അങ്ങോട്ട് പോവുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരം അന്ന് കുഞ്ഞിനെയും കൊണ്ടുവന്നു. കുറെ നേരം അവളുമായിട്ടിരുന്ന് സംസാരിച്ചു, കളിച്ച് അവളെ കൊണ്ട് വിട്ടിട്ട് വരാമെന്നുണ്ട്. മോന് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഹല്ലേലൂയ ഒരു 12 മണി വരെ, രാത്രി 12 മണി വരെ ഞങ്ങൾ സംസാരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരുന്നു. അതിനുശേഷം എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു. ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ അവളെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ കിടന്നു, ഞാൻ അവളുടെ ഹസ്ബൻഡിനെ നോക്കിയിരിക്കും, വന്നിട്ട് കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഹല്ലേലൂയ ഉറങ്ങാൻ വേണ്ടി പോയി കിടന്നത് മാത്രമേ എനിക്കറിയത്തുള്ളൂ ഡീപ്പായിട്ടുള്ളൊരു ഉറക്കം. കാരണം എൻ്റെ മകന്റെ മനഃശേഷം ഞാൻ ഉറങ്ങിയത് അന്നേരം. ഹല്ലേലൂയ. അതുവരെ അത്രയും ഡീപ്പായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. രാവിലെ ഞാൻ ഉണരുമ്പോൾ അടുത്ത വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, കുഞ്ഞുങ്ങൾ എവിടെയാ? അവരവിടെ എവിടെയെങ്കിലും അവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചു. ഹല്ലേലൂയ. ഒത്തിരി പ്രതീക്ഷയോടെ ഞാൻ വിളിച്ചു, അവരുടെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മരുമകൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മമ്മി വിളിച്ചിരുന്നോ? ഞാൻ ചോദിച്ചു, മക്കളെ എവിടെയാ? ഞങ്ങൾ ഇവിടെ ഉണ്ട് അമ്മ, പഴയ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ അവിടെ പോയി? ഞങ്ങൾ പോയി അമ്മ ടെൻഷൻ പിടിക്കണ്ട, അവൾ എന്ത് ചെയ്യേ? എൻ്റെ കയ്യിൽ കിടന്നുറങ്ങുക. ഇത്രയും കേട്ടിട്ട് ഞാൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ വരുമ്പോൾ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മോന്റെ അപ്പന് ഫാദർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്നൊന്ന് റെഡി ആകണം, മോൾക്ക് സുഖമില്ല, അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം,
ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ വിളിച്ചു വെച്ചതല്ല ഉള്ളൂ. അതിന് അച്ഛൻ പറഞ്ഞത് എന്തായാലും ഇതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു. അങ്ങനെ റെഡിയായി ഞങ്ങൾ ഓടി ആ ഭവനത്തിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങൾ കണ്ട കാഴ്ച ഹല്ലേലൂയ, ഞങ്ങളുടെ മകൻ പോയ അതേ റൂമിൽ അതേ ബെഡിൽ അവളും ഈ ലോകത്തുനിന്ന് ഒരു സൈലന്റ് അറ്റാക്കിൽ ഹല്ലേലൂയ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി ഹൃദയം മുറിയുന്ന വേദന ഹല്ലേലൂയ അനുഭവിച്ചെങ്കിൽ തന്നെ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വചനം ആശ്വസിപ്പിക്കുന്ന വചനം. ഹല്ലേലൂയ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും എന്നുള്ള ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും എന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഞാൻ കരയുകയൊക്കെ ചെയ്തെങ്കിലും ഹല്ലേലൂയ, ദൈവത്തോട് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. എന്തുകൊണ്ട് ഞങ്ങളോട് ഇത് ചെയ്തെന്നോ, എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നോ ഒന്നും ചോദിക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ഹല്ലേലൂയ, എന്റെ കർത്താവ് അറിയാത്ത ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം ദൈവം എന്റെ ഉള്ളിൽ തന്നിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, കർത്താവിനെ ഹല്ലേലൂയ പൂർണ്ണമായി വിശ്വസിക്കുകയും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തെ ചോദ്യം ചെയ്യാതെ ഹല്ലേലൂയ, കഷ്ടതയുടെ കൈപ്പുനീരും പാത്രവും ഹല്ലേലൂയ അങ്ങേ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ ഹല്ലേലൂയ, ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ ഹല്ലേലൂയ, പാട്ടുകാരോട് ചേർന്ന് പാടുന്നത് പോലെ തന്നെ ഹല്ലേലൂയ, ആ കഷ്ടതയുടെ നടുവിൽ കർത്താവ് ഞങ്ങളെ ഹല്ലേലൂയ ശക്തരാക്കി നിർത്തി. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, ഇവിടെ നിന്ന് ഞങ്ങള് ഹല്ലേലൂയ, ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞങ്ങളുടെ ഈ മോന്റെ വിവാഹം നടക്കുന്നത് 2018 മെയ് മാസം 10-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അനിയന്റെ മരണം. അതിന് ഞങ്ങൾ എല്ലാവരും ഇവിടെ നാട്ടിൽ കടന്നു പോകുമ്പോൾ വലിയൊരു ഹല്ലേലൂയ നല്ലൊരു സാമ്പത്തികം ചെലവായ ഞങ്ങൾ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മകന്റെ ഈ വേർപാട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഹല്ലേലൂയ സീറോ ഇല്ല. ഞങ്ങള് ഹല്ലേലൂയ യാതൊരു നിലയിലും ഞങ്ങൾക്ക് മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ പരസ്പരം കണ്ണിൽ നോക്കി ഹല്ലേലൂയ, എന്നോട് ചോദിച്ച് എന്ത് ചെയ്യും നമ്മൾ ഹല്ലേലൂയ, എവിടെയാ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് കാക്കയക്കും ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി കരുതും ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നും ദൈവവചനം പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ കണം ദൈവം സഹായിച്ചു. നമ്മൾ സഹായിക്കുമെന്നും നമ്മളെ സഹായിക്കുമെന്നും നമ്മൾ കരുതുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരെ പലപ്പോഴും ഹല്ലേലൂയ കാണാതെ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും കൊച്ചുമകളും മരുമകനുമായിട്ട് നാട്ടിലേക്ക് ഞങ്ങൾ പോവുക. അല്ലെ മോളുടെ കാര്യങ്ങൾ പേപ്പർ വർക്കുകളൊക്കെ ഇവിടെ ചെയ്ത് അല്പം താമസം ഉണ്ടാകും നാട്ടിൽ കൊണ്ടുവരാൻ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കയറ്റി വിട്ടു. പോകുമ്പോൾ എന്നോട് എന്റെ കണ്ണിൽ നോക്കി അച്ഛൻ എന്നോട് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, കർത്താവ് കരുതും. ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഞാൻ കടന്നുപോയി. ഞാൻ അവിടെ ചെന്നിറങ്ങി. അടുത്ത സമയത്ത് എനിക്ക് വരുന്ന കോള് കാക്ക അയച്ചു. കാക്ക വന്നു. ഹല്ലേലൂയ, നിങ്ങൾക്കറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ഹല്ലേലൂയ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അയച്ചു. ഹല്ലേലൂയ, ഇന്നും ആ വ്യക്തിയിലൂടെ ആരും ഈ വിഷയം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ എപ്പോഴും ഹല്ലേലൂയ എല്ലായിടത്തും സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന കാര്യമായത്. കാരണം ഹല്ലേലൂയ, നമ്മൾ പലതും പ്രതീക്ഷിക്കും പലരിൽ നിന്നും. ഞങ്ങൾ കൊടുത്തവരും ഞങ്ങൾ സഹായിച്ചവരും നമ്മളെ സഹായിക്കും നമ്മൾ കരുതിയവരും നമ്മൾ ചേർത്ത് പിടിച്ചവരും ഹല്ലേലൂയ നമ്മളെ കൂട്ടായ്മ ആചരിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. ആരെയും ദൈവം അനുവദിച്ചില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹല്ലേലൂയ, ഒരു പക്ഷെ മനുഷ്യൻ സഹായിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ ഹല്ലേലൂയ അവർ മറ്റുള്ളവരോട് അത് പറയാൻ സാധ്യതയുണ്ട്. ഈ അങ്കിൾ ഇന്ന് വരെ ഒരു മനുഷ്യരോടും പറഞ്ഞിട്ടില്ല. ഒരു ഹല്ലേലൂയ പെന്തക്കോസ്ത് വിശ്വാസിയുമല്ല അദ്ദേഹം. ഹല്ലേലൂയ, നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ആത്മീയനല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും നമ്മുടെ ഹല്ലേലൂയ പ്രശ്നങ്ങളും അറിയാവുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ചിലരെ അയക്കും. ഹല്ലേലൂയ, അങ്ങനെ ഒരാളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അയച്ചു. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായതിനെ ഹല്ലേലൂയ നല്ലൊരു എമൗണ്ട് എന്റെ ഹസ്ബൻഡിന്റെ കൈക്കൊണ്ട് ഇന്നും എനിക്ക് അതിശയമാണ്. ഹല്ലേലൂയ, എങ്ങനെ അത് സാധിച്ചു എന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലകളും അവന്റെ മേലിട്ടുകൊള്ളുവീനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ അത് സത്യമാ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇത് എന്നെ പോലെ നിങ്ങളിൽ പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ, എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ഒരു ക്രൈസിസിന്റെ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ചെയ്ത നന്മ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, എന്നാൽ അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ആവശ്യമായത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. അങ്ങനെ നാട്ടിലേക്ക് മോളുടെ ബോഡി 21 ദിവസമായപ്പോൾ മോളുടെ ബോഡിയും കൊണ്ടുവന്നു. അവളുടെയും ഫ്യൂണറൽ കഴിഞ്ഞു. ഒരുപാട് ജനങ്ങൾ ഇവിടെ പാട്ട് കേട്ടിട്ടും ഹല്ലേലൂയ ഇവിടെ സാക്ഷ്യം കാരണം
ഒത്തിരി ജനങ്ങൾ എന്നെ വിളിക്കുവാൻ നിൽക്കണമിടയായി. ഒത്തിരി പേരെന്നെ ആശ്വസിപ്പിക്കുവാൻ ഹല്ലേലൂയ അവരൊക്കെയും ഹല്ലേലൂയ പല രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചു. അവരുടെ പാട്ട് കേട്ട് ഹല്ലേലൂയ ഒത്തിരി പേര് കരഞ്ഞു. ഹല്ലേലൂയ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ മനുഷ്യമായ വാക്കുകൾക്കൊന്നും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ട. താൽക്കാലിക ആശ്വാസമുള്ള, എന്നാൽ ഹല്ലേലൂയ എന്റെ സമാധാനം ഞങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ ആദിവ്യമാകുന്ന സമാധാനം കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നമ്മുടെ ഏത് പ്രയാസ ഘട്ടങ്ങളിലും പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ നമ്മളോട് കൂടെ ഇരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ. അത് ജീവനും ചൈതന്യമുള്ളതാ ഹല്ലേലൂയ. അത് ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചേറിയതാ പ്രിയപ്പെട്ടവരെ. അത് പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ വചനത്തിനുള്ള ആശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഹല്ലേലൂയ. അത് ഇന്ന് ഞങ്ങളെ നിലനിർത്തുന്നു പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ. അതൊക്കെയും കഴിഞ്ഞു, ഞങ്ങളെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞു. ഫ്യൂണറൽ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പോയപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ കൊച്ചുമകളായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം ഞങ്ങളുടെ കൊച്ചുമകളെയും ഹല്ലേലൂയ മകന്റെ പേരൻസ് ഹല്ലേലൂയ എന്നിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ നിൽക്കണം ഇടയായി ഹല്ലേലൂയ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഹല്ലേലൂയ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നാൽ ദൈവത്തിന് ചില പദ്ധതികൾ നമ്മളെ കുറിച്ചുണ്ടെങ്കിൽ ആ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ഇങ്ങനെയുള്ള ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ കർത്താവ് നമ്മളെ കൈവിട്ട് കളയത്തില്ല ഹല്ലേലൂയ. നിന്റെ കഷ്ടതയുടെ സമയത്ത് ഹല്ലേലൂയ നിന്റെ നെടുവീർപ്പുകൾ ഹല്ലേലൂയ അറിയുന്ന ദൈവം ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ കൈവിട്ടു പോകുന്ന ദൈവമല്ല, നമ്മളെ ഹല്ലേലൂയ മാറി നിൽക്കുന്ന ദൈവമല്ല, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. അവൻ ഞങ്ങളെ ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങളെ തലോടി ഞങ്ങളെ ആശ്വസിപ്പിച്ചു ഹല്ലേലൂയ. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരു പിതാവ് ആശ്വസിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ഹല്ലേലൂയ തമ്പുരാൻ ആശ്വസിപ്പിച്ചു ഹല്ലേലൂയ. എന്റെ മാതാവ് 2010 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്റെ പിതാവ് 2008 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി ഹല്ലേലൂയ. എന്നാൽ എന്റെ സഹോദരങ്ങളൊക്കെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് കൂട്ടായി നിന്നു. എന്റെ നേരെ മൂത്ത സഹോദരിയുടെ ഭവനത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ഈ കുഞ്ഞുങ്ങളുടെ ഫ്യൂണറലൊക്കെ നടന്നത്. ആ സഹോദരിയായിരുന്നു എനിക്കൊരു ആശ്വാസമായി നിന്നത് ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ഈ ലോകത്തിൽ ചിലതൊക്കെ നമുക്ക് കാണുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കെങ്കിലും അതൊന്നും അല്ല നമ്മുടെ ആശ്രയം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ സഹോദരി കഴിഞ്ഞ 2023 ജൂൺ മാസം 23 ഹല്ലേലൂയ എന്റെ സഹോദരി ഈ ലോകത്ത് നിന്ന് മറ്റൊരു ദൈവദാസന്റെ ഭാര്യയായിരുന്നു. ഹല്ലേലൂയ ചർച്ച കൊളനട ചർച്ച ഓടില് ഹല്ലേലൂയ പാസ്റ്റർ PS രാജന്റെ വൈഫാണ് എന്റെ സഹോദരി ഹല്ലേലൂയ. അവിടെ ചർച്ചിൽ ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ, ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ, ആ ഉപവാസ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ഹല്ലേലൂയ എന്റെ സഹോദരിയും കർത്താവിന്റെ സ്ഥലം ചേർക്കപ്പെടുവാനിടയായി ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ, ഒരുപാട് വേദനയുടെ കടന്നുപോയി. കഴിഞ്ഞ വർഷം എന്റെ മദറിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ കടന്നുപോയി. മദറിനോട് കൂടെ പല കാര്യങ്ങൾ ചെയ്യുവാൻ ഹല്ലേലൂയ ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. ഒരു 10 ദിവസം അല്ലെങ്കിൽ സുഖമില്ലാതൊരു ഹോസ്പിറ്റലും വീട്ടിലുമായിട്ടിരുന്നു. പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഒത്തിരി പ്രത്യാശയുള്ള ഒരു മാതാവായിരുന്നു ഹല്ലേലൂയ. അങ്ങനെ വേർപാടിന്റെ ദുഃഖങ്ങൾ ഒത്തിരി കർത്താവ് ഹല്ലേലൂയ അതിനൊക്കെ അതിജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞങ്ങൾ മടങ്ങി സൗദി അറേബ്യയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കൈകൾ ശൂന്യമായിരുന്നു ഹല്ലേലൂയ. എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് മാനുഷികമായി ചിന്തിച്ചാൽ ഒരു ഹല്ലേലൂയ പിടിയും കിട്ടത്തില്ല ഹല്ലേലൂയ, ഒരു ഉത്തരവുമില്ല ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ നിങ്ങൾക്കായി കരുതാമെന്ന് പറഞ്ഞ കർത്താവ് ഈ ദേശത്ത് ഞങ്ങളെ ഹല്ലേലൂയ ഒരു അത്ഭുത സാക്ഷ്യമാക്കി നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ഒന്നുമില്ലാതെ ഹല്ലേലൂയ ആരുമില്ലാതെ ഇരുന്ന ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു ഹല്ലേലൂയ. ഞങ്ങൾ മടങ്ങി ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒറ്റപ്പെട്ടു. ഞങ്ങളുടെ ഇളയ സഹോദരൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിസിറ്റ് ചെയ്യും, അല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ സഹായിച്ച അങ്കിള് മാത്രം ഒരു
ഒരു ദിവസം ഞങ്ങൾക്ക് ഫുഡുമായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കടന്നു വന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനില്ലാതെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ഞങ്ങൾ എങ്ങനെ അറിഞ്ഞൊന്നും അറിയത്തില്ല, ഫുഡുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാനിടയായി. അല്ലാതെ ഒരു മനുഷ്യരെയും ഞങ്ങൾ കണ്ടില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാനിതൊന്നും കുറ്റമായിട്ട് പറയുന്നതല്ല. കർത്താവ് കരുതുന്ന വിധങ്ങളും കർത്താവ് നടത്തുന്ന വിധങ്ങളും ഹല്ലേലൂയ ഓർത്ത് നന്ദിയോടെ ഞാൻ പറയുന്നതാ. ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ ഈ ദേശത്ത്, ഹല്ലേലൂയ ഈ അന്യദേശത്ത് കർത്താവ് ഞങ്ങളെ മാനിച്ചു. ഇന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുക. ഹല്ലേലൂയ, ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി. എന്നാൽ ഇന്ന് ഞങ്ങൾ പ്രത്യാശയോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ നോക്കണം. കർത്താവ് ഞങ്ങളെ ഈ പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ടതാന്നുള്ളത് പിൽക്കാലത്ത് ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ നോക്കണം ഇടയായി. ചിലർ പറയുന്നത് പോലെ ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഹല്ലേലൂയ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും പ്രിയപ്പെട്ടവരെ. ചില പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ ചെന്നെത്തി കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രത്യാശ കൊണ്ട് ദൈവം ഞങ്ങളെ നിറച്ചിരിക്കുക. ഹല്ലേലൂയ, ഇന്ന് ഞങ്ങൾ ഹല്ലേലൂയ താമസിക്കുന്ന ഭവനത്തില് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ദേശത്ത്, ഹല്ലേലൂയ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ദേശത്ത്, ഹല്ലേലൂയ എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് ഈ ദേശത്തേക്ക് കടന്നു വന്ന് ഞങ്ങളെ ഇന്നൊരു കൂട്ടായ്മ നടത്തത്തക്ക നിലയിൽ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ പണിതെടുക്കുമ്പോൾ ഹല്ലേലൂയ അനേക ശോധനയിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഹല്ലേലൂയ ഒരു പാത്രം മെനഞ്ഞെടുക്കുമ്പോൾ അതിന് എത്രമാത്രം പ്രോസസ്സിംഗ് ഉണ്ടോ, ആ പ്രോസസ്സിങ്ങിലൊക്കെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ ഒരു നല്ല പാത്രമായി ഹല്ലേലൂയ പുറത്തു വരുവാൻ ഹല്ലേലൂയ അനേകർക്ക് അത് പ്രയോജനപ്പെടുവാൻ നോക്കണം. കർത്താവ് ഞങ്ങളെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുക. ഞങ്ങൾ ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, ഹോപ്പ്ഫുൾ മിനിസ്ട്രി. ആ മിനിസ്ട്രി ചെയ്യുവാനുള്ള ഒരു കാരണം ഹല്ലേലൂയ ഞങ്ങളുടെ ഒരു സഹോദരി, ആലുവായിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരി ഏക മകൻ നഷ്ടപ്പെട്ട് ഒത്തിരി നിരാശയോടെ ഡിപ്രഷനിലേക്ക് പോയപ്പോൾ ഹല്ലേലൂയ മറ്റൊരു സഹോദരി എന്റെ സാക്ഷ്യം കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആന്റി ഒരു ഹല്ലേലൂയ സൂം ഞാൻ ക്രമീകരിക്കാം. ഹല്ലേലൂയ 40 മിനിറ്റത്തെ സൂം എടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് 3 പേര് ചേർന്ന് ഞങ്ങൾ സംസാരിക്കുവാനിടയായി. വീണ്ടും ഒരു 40 മിനിറ്റ് കൂടെ എടുത്തു. അങ്ങനെ സംസാരിച്ചു. ആ സഹോദരി ഡിപ്രഷനിലേക്ക് പോയ ഒരു സഹോദരിയാ. എന്നാൽ അന്നത്തെ ഞങ്ങളുടെ ആ സൂം മീറ്റിംഗിൽ ഞങ്ങളുടെ ആ സഹോദരിക്ക് ഒത്തിരി ആശ്വാസം തോന്നി. അന്ന് ഞങ്ങൾ 3 പേര് കൂടി എടുത്ത ഒരു തീരുമാനമാണ് ഇങ്ങനെ ഒരു മിനിസ്ട്രി ചെയ്യുവാൻ ഹലോ ദൈവം ഇടയാക്കിയത്. ഹല്ലേലൂയ, അങ്ങനെ ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അന്ന് ക്രമീകരിക്കുകയുടെ ഞങ്ങൾ 3 പേരെ തുടങ്ങിയതാ. ഇന്ന് ഞങ്ങൾ 50 പേർക്കുള്ള ആൾക്കാരുണ്ട് അതിനകത്ത്. എല്ലാം വേദനയുടെ പോകുന്നവരാ, മക്കൾ നഷ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരും ഹല്ലേലൂയ ഹസ്ബൻഡ് മരിച്ച ഒത്തിരി പേര് ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ പ്രാർത്ഥനാ സഹായികളായിട്ട് ഞങ്ങളുടെ കൂടെ പലരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം കൊണ്ടുവന്ന് ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങൾ തീയിലൂടെ നമ്മളെ ശോധന കഴിച്ച് പൊന്നുപോലെ പുറത്തു വരുന്ന ഒരു അനുഭവം ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ അനേക പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ കടന്നു പോകണം. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്, നിന്നെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ, നീ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് തരേണ്ട പ്രതിഫലം ഹല്ലേലൂയ എന്റെ പക്കലുണ്ടെന്ന്. ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ കടന്നു പോകാൻ ഞങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ കർത്താവിന് ഞങ്ങളെ കുറിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഞങ്ങളിലൂടെ ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ നോക്കണം. ഒരു കുശവന്റെ കയ്യിൽ ഒരു പാത്രം എങ്ങനെയാണോ അപ്രകാരം ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഹല്ലേലൂയ, ഇനിയും എന്തെല്ലാം പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഈ അറിഞ്ഞ സത്യം വിട്ട് ഞങ്ങൾ പിന്മാറി പോകത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഇതിലൂടെ ഞങ്ങൾ ഹല്ലേലൂയ അനേകർക്ക് മാർഗദർശികളായി, അനേകർക്ക് ആശ്വാസമായി, അനേകരെ കർത്താവിലേക്ക് ആനയിക്കുന്നവരായി ഹല്ലേലൂയ ശ്രേഷ്ഠമായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചവരാ ഞങ്ങൾ. ഹല്ലേലൂയ, ഇന്ന് അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നു. ഈ ദേശത്തെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് എല്ലാവരും ഞങ്ങളെ നോക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ മധ്യത്തിൽ ഞങ്ങൾ ഓരോ ദിവസവും ഹല്ലേലൂയ ശ്രേഷ്ഠമായി മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകി തന്ന് പടിപടിയായി ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട നന്മകളൊക്കെ ഒരുക്കി തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുക. ഹല്ലേലൂയ, എന്റെ ഹസ്ബൻഡ് 56-ാമത്തെ വയസ്സിൽ ഈ ദേശത്തെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുവാൻ ഇടയായി. ഇന്ന് ഞങ്ങൾക്ക് അതൊക്കെ അത്ഭുതമായി. എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. അതിന്റെ കമ്പനിയുടെ ഹല്ലേലൂയ അതിന്റെ ടോപ്പിലുള്ള ആൾ, ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തു. എന്നാൽ ആ വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൂതൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഒത്തിരി ഭയങ്കരമാ, പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ, എന്നാൽ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ ഒത്തിരി പേരിലൂടെ കടന്നു പോകുന്ന സമയം ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും, മുമ്പോട്ട് എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ച് ഭാരപ്പെട്ട ഒരു സമയം.
ഹല്ലേലൂയ. ഞങ്ങള് ഹല്ലേലൂയ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. അന്ന് ഞങ്ങൾക്കെല്ലാം ഹല്ലേലൂയ നിരാശയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാം വളരെ ഭാരത്തോടാ. ഞങ്ങൾക്ക് ശരിക്കും ചിരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ശരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഒട്ടും സന്തോഷമില്ലാത്ത ഒരു നിലവാരത്തിലൂടെ ഞങ്ങൾ പോകുന്ന സമയം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഹല്ലേലൂയ 2000 ചിലവാനും കിലോമീറ്റർ ദൂരത്ത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കള് കടന്നു വന്ന് ചെങ്കടൽ കടന്നു വന്ന ഒരു ദേശമുണ്ട്. അവിടേക്ക് ഞങ്ങൾ കടന്നു വന്ന് കിടമടിയായി താബൂക്ക് എന്ന് പറയും. ആ ദേശത്തേക്ക് ഞങ്ങൾ യാത്ര പോവുക. ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ അമ്മാച്ചൻ്റെ കൊച്ചുമകന്, എൻ്റെ ഇളയ ബ്രദറ്, ഞാനും എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് യാത്ര പോവുക. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നെങ്കിലും ഒട്ടും സന്തോഷമില്ലാത്തവരായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നത്. കാരണം ആർക്കും ജോലിയില്ല, എല്ലാവരും വളരെ ബുദ്ധിമുട്ടില്ല, പ്രയാസത്തില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര പോകുമ്പോൾ തബൂക്കിനോട് അടുത്ത് വരുമ്പോൾ ഹോരേബ് പർവ്വതത്തിന് അടുത്ത് വന്നപ്പോൾ ഹല്ലേലൂയ ഒരു മേഘം ഞങ്ങളെ വന്ന് മൂടി. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ആ മേഘം വന്ന് മൂടിയപ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, അമ്മേ ഹല്ലേലൂയ പകലിൽ മേഘം സ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി. ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഹരിക്കുക. ഹല്ലേലൂയ വഴികളെ അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പാട്ട് പാടി. ഹല്ലേലൂയ അങ്ങനെ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ആ മേഘം ഒരു മഞ്ഞായി പെയ്ത് ഞങ്ങളിലേക്ക് വീഴുവാൻ നിൽക്കണമിടയായി. പ്രിയപ്പെട്ടവരെ ആ മഞ്ഞ് പെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം മൊത്തം ഉരുകി മാറി. ഞങ്ങൾ അവിടെ മുതൽ സന്തോഷത്തോടെ പാട്ടുപാടി ഹല്ലേലൂയ ആരാധിച്ച ഞങ്ങൾ കടന്നുപോയത്. ഹല്ലേലൂയ ഹോറേബിലൊക്കെ പോയി ഞങ്ങൾ വളരെ സമാധാനത്തോടെ തിരിച്ചു വന്നതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിനൊക്കെ ജോലിയാകുന്നതും ഈ പ്രതിസന്ധികളെല്ലാം ഹല്ലേലൂയ ഒന്നൊന്നായി മാറുന്നതും. ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയ വഴികൾക്കായി സ്തോത്രം. ദൈവത്തോട് ഇത്ര പറഞ്ഞ് നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഹല്ലേലൂയ നിരാശരായി തീർന്നു പോകേണ്ടിടത്ത് പ്രത്യാശ തന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ നോക്കണം. അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി ഞങ്ങളെ നിർത്തിയിരിക്കുക. ഞങ്ങളെ കാണുന്നവർക്ക് അത്ഭുതമാ. പലരും ചോദിക്കുക, എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ നിന്നേ, എങ്ങനെയാ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്ന പലരുടെ മുമ്പിൽ ഹല്ലേലൂയ ഞങ്ങളെ ദൈവം വലിയൊരു സാക്ഷ്യമാക്കി നിർത്തിയിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികൾ നമ്മളെ തളർത്തി കളയുവാനല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ പ്രതികൂലങ്ങൾ നമ്മളെ തളർത്തി കളയുവാനുള്ളതല്ല. ഹല്ലേലൂയ ഇപ്രകാരം ഒരു പാട്ടുണ്ട്. ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ, ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ, ഈ വിധം സ്നേഹിതൻ പാരിലാർ വീണ്ടെടുത്തോരൻ നേത്തൻ ചോരയാൽ, വീണ്ടെടുത്തോരൻ നേത്തൻ ചോരയാൽ. ഹല്ലേലൂയ ചൂടെഴുന്ന ശോധന വേളയിൽ ഹല്ലേലൂയ നമ്മോട് കൂടെ വന്നിരിക്കുന്ന കർത്താവ്. നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും നമ്മളെ കൈവിട്ട് കളയും. ഹല്ലേലൂയ ആരും കണ്ടില്ല എന്ന് നടിച്ച് കടന്നു പോകും. എന്നാൽ ഹല്ലേലൂയ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം. ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവരാ നമ്മൾ. ഹല്ലേലൂയ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചറിഞ്ഞു. ഹല്ലേലൂയ ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഒറ്റപ്പെടുത്തിയ സമയങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങൾ വിട്ടുമാറാത്ത സ്നേഹം. ഹല്ലേലൂയ ഒറ്റപ്പെടലിന്റെ അനുഭവം ഒത്തിരി നല്ലതാ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, അപ്പോഴേ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ തൊക്കണം ദൈവം സഹായിച്ചു. ഇന്ന് ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. ഈ ദേശത്ത് കർത്താവ് ഞങ്ങളെ മാനിച്ച് ഹല്ലേലൂയ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച് ഹല്ലേലൂയ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. പലരും ഞങ്ങളെ കണ്ട് പലരും പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെയൊക്കെ മധ്യത്തിൽ ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ദൈവം തന്നു. ഹല്ലേലൂയ ഞങ്ങളെ കൈവിടാത്ത ദൈവം. ഹല്ലേലൂയ ഒരു നാൾ നമ്മളെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറയാൻ കർത്താവ്. ഹല്ലേലൂയ വാക്ക് പറഞ്ഞ മാറാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ, എന്റെ സാക്ഷി നിങ്ങളോട് പറയുവാൻ ഹല്ലേലൂയ ഇടയായത് ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ പലരും ഹല്ലേലൂയ ഇതേ അനുഭവത്തിലൂടെ അല്ലെങ്കിലും പലവിധമാകുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിട്ടായി തീരരുതേ നിങ്ങൾ ആരും. ഹല്ലേലൂയ ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ദൈവം നമുക്ക് തന്ന നന്മകളല്ലാതെ നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ മാന്യതയോ നമ്മുടെ കഴിവുകളോ ഒന്നും പറയാനില്ല നമുക്ക്. ഹല്ലേലൂയ ദൈവം ആവശ്യത്തിലേറെ വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആവശ്യത്തിലേറെ എല്ലാ നന്മകളും നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ കഴിവിലോ നമ്മുടെ പ്രാപ്തിയിലോ ഒന്നും നമുക്ക് പ്രശംസിക്കാനില്ല. നമുക്ക് പ്രശംസിക്കാനുള്ളത് ക്രിസ്തുവിൽ മാത്രമാണ്. ഹല്ലേലൂയ ആ കർത്താവിന്റെ സ്നേഹം മാത്രമാണ് നമ്മൾ ആയിരിക്കുന്നത്. ഞാൻ ആയിരിക്കുന്നത് കൃപയാൽ
ഞാനാകുന്നു എന്ന് പറയുവാൻ നോക്കണം. ഹല്ലേലൂയ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും എന്നുള്ള ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. ആ കൃപ ചോർന്നു പോകാത്തതാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നു, നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കൈവിടാത്ത ദൈവമാ. ഏത് കണ്ണുനീരിന്റെ അവസ്ഥയിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഹല്ലേലൂയ അവൻ ഇറങ്ങി വരുന്ന ദൈവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ അവനെ വിട്ടുകളഞ്ഞവനല്ല. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായ അടയ്ക്കുവാൻ കഴിവുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ചന്ദ്രകുമേശകഭേദനഹോമനെ ഹല്ലേലൂയ കത്തുന്ന തീ ചൂളയുടെ നടുവിൽ നിന്ന് വിടിയിപ്പാൻ കഴിവുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഇസ്രായേൽ മക്കള് ഹല്ലേലൂയ ഹല്ലേലൂയ വഴിയൊരുക്കി ഹല്ലേലൂയ ശത്രുക്കളുടെ മുമ്പിൽ ഹല്ലേലൂയ ജയോത്സവമായി ഹല്ലേലൂയ നടത്തിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരായി വരുന്നതിനെ എല്ലാം ഹല്ലേലൂയ കത്തിച്ചു കളയുവാൻ കഴിയുന്ന ഹല്ലേലൂയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും ഭാരപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ ഇമ്മാനുവേല. ഹല്ലേലൂയ. മാറാനാഥ അവന്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച എന്റെ പ്രിയ സഹോദരിയോട് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കേൾക്കപ്പെട്ട വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ. പ്രത്യേകിച്ച് എനിക്കൊരു കൊച്ചുമകളുണ്ട്, 9 വയസ്സ് മാത്രം പ്രായമുള്ളവൾക്ക്. അവള് ഹല്ലേലൂയ അവളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി ഭാരമുള്ള ഒരു വിഷയം അത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വലിയ ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ മരുമകൻ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് എന്ന വിശ്വാസത്തിൽ വന്ന കുഞ്ഞ് അവൻ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലാണ്. മകൾ വളരുന്നത് അങ്ങനെ ഒരു അന്തരീക്ഷത്തില. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവൾ പുറത്തു വരണം. ഹല്ലേലൂയ. അവള് നിത്യ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഹല്ലേലൂയ. അത് മാത്രമേ ഞങ്ങളുടെ ആഗ്രഹം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ആ കുടുംബത്തെ കൂടെ നേടണം നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം അങ്ങനെ ചെയ്യുമെന്ന് നാം വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ വിശ്വസ്തന, അവൻ മാറാത്ത ദൈവമാ. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ആ വിഷയം ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും സമയം അനുവദിച്ച് നിങ്ങളോടും എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.